മംഗൾപൂരിൽ ഇപ്പോഴൊക്കെ അമാനുഷികമായ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഇവിടെ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിച്ച ഒരു പ്രേതം തന്റെ നടക്കാതെ പോയ പ്രേമത്തിന് പ്രതികാരം ചെയ്യുന്നതായി കരുതി മംഗൾപൂരിലെ പെൺകുട്ടികളെ ഉപദ്രവിച്ച് തന്റെ പ്രതികാരം തീർത്തു. ആ പ്രേതത്തിന് ഗ്രാമത്തിലുള്ള ഏത് പെൺകുട്ടിയുടെ മേലിൽ സ്നേഹം വന്നാലും ഉടൻ തന്നെ അവരുടെ നെറ്റിയിൽ കുങ്കുമം വെക്കും. അങ്ങനെ കുങ്കുമം വെച്ച ഉടൻ തന്നെ ആ പെണ്ണ് അവന്റെ വശത്തിലാകും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രേതം ഇന്നും നെറ്റിയിൽ കുങ്കുമം വയ്ക്കാനായി ഒരു പെൺകുട്ടിയെ തിരക്കിക്കൊണ്ടിരുന്നു. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവളാണ് ഞാൻ പ്രേമിക്കാൻ പോകുന്നത്. ഇവൾ മിഷാജിയുടെ ഭാര്യയാണ്. എത്ര ഭംഗിയാണ് കാണാൻ. ഞാൻ കണ്ടതിലെ അതിലോക സുന്ദരി. ഇവൾ എന്റെ ഭാര്യയായിട്ടുണ്ടാവണം. ശരി, ഇന്ന് രാത്രി ഇവളുടെ നെറ്റിയിൽ ഞാൻ കുങ്കുമം വെക്കാൻ പോവുകയാണ്. ആ പ്രേതം മിശ്രാജിയുടെ ഭാര്യയുടെ നെറ്റിയിൽ കുങ്കുമം വെച്ച് ഒരുപാട് സന്തോഷിച്ചു. നെറ്റിയിൽ കുങ്കുമം വന്നതും തന്നെ അവളുടെ ഭാവമാകെ മാറി. അവൾ ഒരു പാട്ടു പാടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. നീയാണെന്റെ ജീവൻ, നീയാണെന്റെ ദൈവം, നിനക്കാണെന്റെ പൂജ, എന്റെ ദൈവമല്ലേ. മിശ്രാജിയുടെ ഭാര്യ അതേ പാട്ടു പാടിക്കൊണ്ട് റൂമിനകത്തേക്ക് വന്നു. മിശ്രാജി തന്റെ ഭാര്യ ഇതുപോലെ റൊമാൻറ്റിക് മൂഡിലിരിക്കുന്നത് കണ്ട് ആശ്ചര്യത്തിലായിപ്പോയി. നീയാണെന്റെ ജീവൻ, നീയാണെന്റെ ദൈവം, നിനക്കാണെന്റെ പൂജ, എന്റെ ദൈവമല്ലേ. എന്ത് പറ്റി മിഷ്യം നിനക്ക്? ഇത്ര നേരം മുമ്പ് നീ ദേഷ്യത്തിലാണല്ലോ പോയത്. ഇപ്പോൾ ഗുലാബ് സ്വീറ്റ് ആയിരിക്കുന്ന പോലെയാണല്ലോ നീ എന്റെ അടുത്ത് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ മാറ്റം എങ്ങനെയാണ് മാറിയത്? ആരാണ് മിശ്രായിൻ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. നീ ഇന്നും ദേഷ്യത്തിലാണോ? എന്താ നെറ്റിയിൽ കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ തലമുടി മുഴുവനും കുങ്കുമമാണല്ലോ. ഇതെന്റെ ഭർത്താവ് എനിക്ക് കെട്ടിയതാണ്. നിന്റെ ഭർത്താവ് ഞാനല്ലേ? ഇല്ല, എന്റെ ഭർത്താവ് നിങ്ങളല്ല. നിനക്കെന്താ പ്രാന്താണോ? ശരി, ഈ കുങ്കുമം അഴിച്ചിട്ട് നീ വേറെ കുങ്കുമം വെക്ക്. മിശ്രാജി തന്റെ ഭാര്യയുടെ നെറ്റിയിലുള്ള കുങ്കുമം മായ്ക്കാനായി അവളുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ വേഗതയോടെ അദ്ദേഹത്തെ പിടിച്ചു തള്ളി. മിശ്രാജി പേടിച്ചുപോയി. നീയാണെന്റെ ദൈവം, നീയാണെന്റെ ജീവൻ, നിനക്കാണെന്റെ പൂജ, നീയാണെന്റെ ദൈവം. ഗ്രാമത്തിൽ പ്രേതം ഇങ്ങനെ വന്ന് പെണ്ണുങ്ങൾക്ക് കുങ്കുമമിടുന്നത് ഒരു പാട്ടായി. എല്ലാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഗ്രാമത്തിലുള്ള ഒരാളുടെ മകൾ, പിന്നെ ഭാര്യ, ഇങ്ങനെ ഓരോരാളായി പ്രേതത്തിന് ഇരയായി. ഗ്രാമത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെ നെറ്റിയിലും ഒന്നിനു പുറകെ ഒന്നായി കുങ്കുമം നിറഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങൾ ഇതു കാരണം പരാതിപ്പെടാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ പോലീസിനെ കൊണ്ട് ഇതിനുള്ള തീരുമാനം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ മറ്റൊരു ഗ്രാമത്തിലുള്ള ഒരു തന്ത്രമന്ത്രങ്ങൾ ചെയ്യുന്ന സ്വാമിജിയെ കണ്ടെത്തി. നെറ്റിയില് കുങ്കുമം വെക്കുന്ന ഭൂതം, ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബാബ, ഈ ഭൂതം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നെറ്റിയിൽ കുങ്കുമം വെക്കുന്നുണ്ട് ബാബ. എല്ലാം അവന്റെ വശത്തിലേക്കാണ് ആക്കുന്നത്. അവൻ ആരുടെ നെറ്റിയിലൊക്കെ പൊട്ടു വെക്കുന്നോ ആ പെണ്ണുങ്ങളൊക്കെ ആ ഭൂതത്തിന്റെ പാട്ട് തന്നെയാണ് പാടുന്നത്. ഈ ഭൂതം കൊണ്ട് ആർക്കും ഒരു ജീവനും പോയിട്ടില്ലല്ലേ? ഇല്ല. അപ്പൊ ശരി, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കപ്പെട്ട ആ ചാമ്പൽ തരാം. നിങ്ങൾ ആ ചാമ്പലെടുത്ത് ചെറിയ പെണ്ണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും നെറ്റിയിൽ വെക്കൂ. അതായത് ഇതുവരെ പ്രയത്നമെടുത്ത് കുടുങ്ങാത്തവർക്ക്. അങ്ങനെ വെച്ചാൽ നിങ്ങൾ തന്ന ചാമ്പല് ആ ബാധിയുള്ള 7 പെണ്ണുങ്ങൾക്കും വെക്കാനാണോ? ബാധിക്കപ്പെടാത്ത പെണ്ണുങ്ങൾക്കാണോ പറയുന്നത്? അതെ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ആ പ്രേതം എന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ശരി ബാബ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചെയ്യാം. ഗ്രാമത്തിലെ ജനങ്ങൾ സ്വാമിജി നൽകിയ ആ മാന്ത്രിക ചാമ്പൽ 7 പെണ്ണുങ്ങളുടെ നെറ്റിയിൽ വെച്ചു. ആ 7 പേരും രക്ഷപ്പെട്ടു. ആ പ്രേതം സ്വാമിജിയെ കുറിച്ചൊന്നും അറിയാതെ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് വന്നു. നെറ്റിയിൽ കുങ്കുമം വയ്ക്കാനായി പെണ്ണുങ്ങളെ അവൻ തിരഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴീ ഗ്രാമത്തിൽ ഇന്നും ഒരു 3-4 പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ. ഇതുവരെയ്ക്കും എന്റെ കുങ്കുമം അവരുടെ നെറ്റിയിൽ പോയിട്ടില്ല. ഇന്ന് ആ പണിയും ഞാൻ തീർക്കും. പിന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും എന്റെ മാത്രം ഭാര്യമാരാണ്. ഇത്ര പെണ്ണുങ്ങൾക്കും ഭർത്താവ് ഞാനാണ്.
ആ പ്രേതം പെണ്ണുങ്ങളെ തിരഞ്ഞ് മുൻപിലോട്ട് നടന്നു. സ്വാമിജി അതേ ഗ്രാമത്തിൽ വന്ന് തന്റെ മന്ത്രവാദം തുടങ്ങി. എന്നിട്ട് ആ പ്രേതത്തിനെ പിടികൂടാനായി തന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. സ്വാമിജിയുടെ ഈ യോഗം വിജയിച്ചു. പ്രേതം തന്റെ ശരീരത്തിൽ ഒരു മാന്ത്രികത ഫീൽ ചെയ്തു. അവൻ പേടിച്ച് അവിടെ നിന്നും ഓടാൻ തീരുമാനിച്ചു. പക്ഷേ സ്വാമിജിയുടെ തന്ത്രങ്ങൾ അവനെ ഓടാൻ വിടാതെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. വരൂ വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ബാബാ, നിങ്ങൾ എന്തിനാണ് എന്റെ വഴിയിൽ കുറുക്ക വരുന്നത്? നിങ്ങളെ മന്ത്രം കൊണ്ട് എന്തിനാണ് എന്നെ കട്ടിയിരിക്കുന്നത്? ഞാൻ നിന്റെ കൈ വെട്ടാൻ പോവുകയാണ്. അതുകൊണ്ടല്ലേ നീ എല്ലാവർക്കും കുങ്കുമം വെക്കുന്നത്? ഞാൻ പെണ്ണുങ്ങളുടെ നെറ്റിയിൽ കുങ്കുമം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അതിൽ പ്രശ്നം? അടുത്തവന്റെ ഭാര്യയെ നീ നോക്കുന്നത് തന്നെ ഒരു മഹാ തെറ്റാണ്. ഇത് നിങ്ങൾക്ക് പാവമായിരിക്കും, പക്ഷെ ഞാൻ എന്റെ പഴി തീർക്കുകയാണ്. എന്ത് പഴി? മംഗൽപൂർ ചേർന്ന് ഈ ഗ്രാമമക്കളാണ് എനിക്ക് കല്യാണം നടക്കാത്തത് ചെയ്തത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ താക്കൂറുടെ മകളെ ഞാൻ പ്രേമിച്ചു. പക്ഷേ ആ പെണ്ണും എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ശ്രമിച്ചു. പിന്നെ എന്തു പറ്റി? എന്താ കല്യാണം നടക്കാത്തത്? ജാതി, മതം, ഭേദം, പൈസക്കാരൻ, ഏഴെന്ന് പറഞ്ഞ് ആ ടാക്കൂർ എന്നെ കൊന്ന് പുഴയിലേക്ക് എറിഞ്ഞു. എന്റെ മരണത്തിന്റെ വാർത്ത കേട്ട് എന്റെ കുസുമയും മരിച്ചുപോയി. എന്റെ കൈകൊണ്ട് കുസുമിന്റെ നെറ്റിയിൽ കുങ്കുമം വെക്കാൻ നടക്കാൻ പറ്റിയില്ല. അന്നു മുതൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ഗ്രാമത്തിലുള്ള ചെറിയ കുട്ടികൾ, പിന്നെ എല്ലാ പെണ്ണുങ്ങളും അവരുടെ നെറ്റിയിൽ ഞാനാണ് കുങ്കുമം ഇടുക. ഞാനിട്ട സത്യം ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല. നീ പറഞ്ഞ കാര്യത്തിലും വിഷമമുണ്ട്, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം മഹാ തെറ്റാണ്. ബാക്കിയുള്ള ജനങ്ങളും നീ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെ ജീവിതം വളരെ നാശമായിട്ട് പോകുന്നു. അപ്പോഴെന്റെ സത്യം ഞാൻ വിടണോ? ഇതൊക്കെ ഞാൻ മറക്കണമെന്നാണോ പറയുന്നത്? അതെ, നീ ഇതൊക്കെ മറന്നേ പറ്റൂ. ഇല്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പച്ചയ്ക്ക് കത്തിക്കും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ നീ കേട്ടാൽ നിനക്ക് ഞാൻ കല്യാണം ചെയ്തു തരാം. ആരുടെ കൂടെ? ഒരു പ്രേതത്തിന്റെ കൂടെയാണ്. അവൾ നല്ല പെണ്ണാണ്. അവൾ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൾ ഇപ്പോൾ പ്രേതമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ വരും. ശരി, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. സ്വാമിജി ആ പെൺപ്രേതത്തിനെ പ്രത്യക്ഷപ്പെടുത്തി. അവനോടൊപ്പം അവളുടെ കല്യാണം നടത്തി. എന്നിട്ട് രണ്ടുപേരെയും സന്തോഷത്തോടെ ജീവിക്കാനായി ആശീർവദിച്ച് സമാധാനത്തോടെയുള്ള ലോകത്തിലേക്ക് അയച്ചുവിട്ടു. പ്രേതം ആരുടെയൊക്കെ നെറ്റിയിലാണോ കുങ്കുമം വെച്ചത്, സ്വാമിജി തന്റെ ശക്തി കൊണ്ട് ആ പെണ്ണുങ്ങളെ എല്ലാം തന്നെ അതിൽ നിന്നും വിമോചിപ്പിച്ചു. മംഗൽപൂർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും സന്തോഷം കൊണ്ട് നിറഞ്ഞു.